ഇന്ന് കാടമുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വയ്ക്കാനും അത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുട്ട പൊട്ടി പോകാതെക്കാനും പിന്നെ ഓട് വേഗം നമ്മൾ ഇളകി കിട്ടാനും ഒക്കെ യൂസാവും. ഇന്ന് ഞാൻ വേവിച്ചിട്ട് വരാം. അപ്പോൾ കാടമുട്ട തോലൊക്കെ തൊളിച്ച് ഫ്രഷാക്കി വെച്ചു. ഇനി കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് സോമ്പ്, നമ്മളെ വലിയ ജീരകം, പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് കണ്ടുള്ളത്, ആവശ്യത്തിനുള്ള ഉപ്പും ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. കുരുമുളക് ലേശം, കറിവേപ്പില, ഉപ്പും ഒന്ന് മുട്ടൻ്റെ പത്രത്തിൽ പോകുന്നവരെ നോക്കി അതിലേക്ക് മല്ലിച്ചപ്പ് കുറച്ചിട്ടു. നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കളറ് ഉണ്ടാവില്ല. കളർ ചേർത്താൽ നല്ലൊരു റെഡ് കളർ കിട്ടും. എനിക്കതിനോട് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കളർ ചേർത്തിട്ടില്ല. ഇത് നാച്ചുറലാണ് കളർ. ഇനി അത് നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ. മോള് ഗ്ലാസ്സിൽ വെച്ച് ചോദിച്ചു, അപ്പോൾ ഗ്ലാസ് ഇട്ടിട്ട് ഇനി നമ്മൾ ഫോർക്ക് വെച്ച് കുത്തിയെടുക്കണം. നമ്മൾ ഈ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. എടുത്ത് കഴിച്ച് നോക്കാം.